നമ്മുടെ ആഗസ്റ്റ് 15 അന്ന് ചിത്രം വരച്ച കുട്ടികളുടെ ട്രോഫി വിതരണം നടക്കുകയാണ്. ആ കുട്ടിക്ക് ബന്ധപ്പെട്ട ആളെ ക്ഷണിക്കുന്നു. അത് നൽകുന്നതിന് വേണ്ടി ശുഭനെ ക്ഷണിക്കുന്നു. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പൊതുപരീക്ഷയിൽ എല്ലാ വിഷയത്തിലും 5ാം ക്ലാസ്സിൽ എല്ലാ വിഷയത്തിലും ഡിസ്റ്റൻസ് നേടിയ 5ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും ഡിസ്റ്റൻസ് നൽകിയ കുട്ടികൾക്കുള്ള ട്രോഫിയും നൽകുകയാണ്. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ആ കുട്ടികളെയും എവിടെ നമ്മുടെ പ്രസിഡന്റ് ഓരോ ചടങ്ങില്ലേ മുസഫിറിനുള്ള സമ്മാനം, ഡിസ്റ്റൻസിനുള്ള സമ്മാനം ട്രോഫി വിതരണം ചെയ്യുകയാണ്. നമ്മുടെ മഹല്ല പ്രസിഡന്റ് അനീഫ സാഹിബ് നൽകുന്നു. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയായ മുസഫിറിനെ ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇനി പിന്നെ 7ാം ക്ലാസ്സിൽ ഡിസ്റ്റൻസ് നൽകിയ വിദ്യാർത്ഥി അഫീഫയെ ക്ഷണിക്കുന്നു. അത് നൽകുന്നതിന് വേണ്ടി മഹല്ല പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അത് ലേറ്റ് പോയി. പിന്നെ ഈ ഫോട്ടോ വരച്ച നമ്മളെ പൈസ കൊണ്ടാണ് ഇയാളില്ലേ മഹാനഗരങ്ങള്, അയാളുടെ ഫോട്ടോ കൈപ്പടയായി കൊണ്ട് ആഗസ്റ്റ് 15 അന്ന് വരച്ചതാണ്. അത് നമ്മളെ മദ്രസയിൽ പഠിക്കുന്ന ഫിദ പി എ കറ്റക്കളം കറ്റക്കളം റഷീദിന്റെ മകള്. അവർക്കുള്ള ട്രോഫി വിതരണം നൽകുന്നു. അതിന് പിന്നെ ജനല് വാങ്ങാൻ വരാൻ അത് കൊടുക്കുന്നതിന് വേണ്ടി ഷിബുവിനെ ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പിന്നെ അതിന് വേണ്ടപ്പെട്ട ഫാറൂഖിന്റെ എല്ലാത്തിനും പേരുണ്ട്. വരുന്നുണ്ടോ? ഇത് വരികയാണെങ്കിൽ വളരെ വൃത്തിയായി. അവള് ചിത്ര എഴുതുക അതിലൊക്കെ വലിയ ഉഷാറാണ്. എല്ലാ ചിത്രം വരയ്ക്കുന്നതിലും കഴിയുന്നു. അപ്പം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അസ്സലാമു അലൈക്കും. പണ്ടേ മദീനയിൽ പാടി ഞാനിന്ന് പേരില്ല ബീവിന്റെ ആദിമ. അന്നേ തൊട്ടിന്നോളം ഞോറിൽ പൂമുഖം കണ്ടില്ലേ ഞാനെന്ത് ബാധിയ. എന്നും മുന്നിൽ മധു അത്ര പാടിനായിന്നെന്ത് ജോറിയായി. ഒന്നും നേതാവിന്റെ ചാരെ വന്നില്ലേ, നാളെ എന്താവും ബേജാറിലായി. പണ്ടേ മദീനയിൽ പാടിനായിന്ന് പേരിൽ ഹബീബിന്റെ ആദിമ. അന്നേ തൊട്ടിന്നോളം ഞോറിൽ ഭൂമുഖം കണ്ടില്ലേ ഞാനെന്ത് മാതിയ. എന്നും മൊയ്പ്പിന്റെ മുന്നിൽ മധു എത്ര പാടി ഞാനിന്നെന്ത് ജോറിലായി. ഒന്നും നേതാവിന്റെ ചാരെ വന്നില്ലേ, നാളെ എന്താകും ബേജാറിലായി. റൗളയിൽ പോകാൻ ഈ കൽബൂമെന്നല്ല, തൗബയിൽ പോലും കരഞ്ഞ കണ്ണല്ല. റൗളയിൽ പോകാൻ ഈ കൽബൂമെന്നല്ല, തൗബയിൽ പോലും കരഞ്ഞ കണ്ണല്ല. നിരിപ്പുകയും മനസ്സല്ലാതില്ല, എണ്ണി പറയാൻ തെറ്റല്ലാതില്ല.
പറഞ്ഞു പറഞ്ഞു പകലിരാവുകൾ കൊഴിഞ്ഞു വല്ലാതെ പാടം ചിരിക്കണം വൈകാതെ പണ്ടേ മദീനയിൽ പാടിനാലിന്ന് തേരിൽ നബീവിന്റെ ആദിമ അന്നേ തൊട്ടിന്നോളം നൂറിൽ പൂമുഖം കണ്ടില്ലേ ഞാനെന്ത് മാറിയ എന്നും മൊയ്തിന്റെ മുന്നിൽ മധുവത്ര പാടിനാലിന്നെന്ത് ചോറില ഒന്നും നേതാവിന്റെ ചാരെ വന്നില്ലേ നാളെ എന്താകും ബേജാറില്ല കൂട്ടുകാരെ എല്ലാം ഭാഗ്യം തുണച്ച് പാട്ടുകാരൻ ഞാനോ ഇന്നും തനിച്ച് കൂട്ടുകാരെ എല്ലാം ഭാഗ്യം തുണച്ച് പാട്ടുകാരൻ ഞാനോ ഇന്നും തനിച്ച് തേത്തമ്മ ബീബിന്റെ ഓട്ടം മോഹിച്ച് ഓട്ടമില്ല നല്ല മോട്ടം കൊതിച്ച് കോരിച്ച് നീനച്ചെഴുതിയ പാട്ടുമ കാറ്റെങ്കിലും പോയെങ്കിൽ മതിയെ പേരാവുകൾ പാടിയെങ്കിൽ പണ്ടേ മദീനയിൽ പാടിനാലിന്ന് പേരിൽ നബീബിന്റെ ആദിമ അന്നേ തൊട്ടിന്നോളം ഞോറിൽ പൂമുഖം കണ്ടില്ലേ ഞാനെന്ത് മാറിയ എന്നും മൊയ്തിന്റെ മുന്നിൽ മധുരത്ത പാടിനാലിന്നെന്ത് ജോറിയായി ഒന്നും നേതാവിന്റെ ചാരെ വന്നില്ലേ നാളെ എന്താകും ബേജാറില പണ്ടേ മദീനയിൽ പാടിനാലിന്ന് പേരില്ല വീവിന്റെ ആദിമ അന്നേ തൊട്ടിന്നോളം ഞൂറിൽ പൂമുഖം കണ്ടില്ലേ ഞാനെന്ത് മാറിയ എന്നും മൊയ്തിന്റെ മുന്നിൽ മധുരത്ര പാടിനാലെന്നെന്ത് ജോലിരായി ഒന്നും നേതാവിന്റെ ചാരെ വന്നില്ലേ നാളെ എന്താകും നേരത്ത് അറവും സലാവാത്തും പൊട്ടി കരഞ്ഞല്ലോ ആരംഭൂവിന്റെ ഹാലും നീല കണ്ട് ഹാലും സഹാബത്തും അശവും സഹൽക്കിവ ഫാത്തിന്റെ നേരത്ത് അറവും സമാവാത്തും പൊട്ടി കരഞ്ഞല്ലോ ആരംഭൂവിന്റെ ഹാലും നീല കണ്ട് ഹാലും സഹാബത്തും ദുഃഖി ചിരിപ്പല്ലോ മുത്തായ തങ്ങൾ താളത്ത് കിടക്കുമ്പോ മുത്തുമോൾ ഫാത്തിഹ അതിന് മഹല്ല് സെക്രട്ടറി ശരിക്കൊന്ന് കൊടുക്കുന്നതിന് വേണ്ടി മഹല്ല് സെക്രട്ടറി വരുന്നുണ്ട് സെക്രട്ടറി ഉണ്ട് അതിന് അസ്സലാമു അലൈക്കും. ഒട്ടകങ്ങൾ വരി വരി വരിയായി കരക്കമരങ്ങൾ നിര നിര നിരയായി ഒട്ടിടണി മലയുള്ള മരുഭൂമി ഒട്ടകങ്ങൾ വരി വരി വരിയായി കരക്കമരങ്ങൾ നിര നിര നിരയായി ഒട്ടിടത്തി മലയുള്ള മരുഭൂമി വിലസി ഒട്ടകങ്ങൾ വരി വരി വരിയായി കരക്കമരങ്ങൾ നിര നിര നിരയായി ഒട്ടിടത്തു മലയുള്ള മരുഭൂമിയിൽ വിലസിരുന്നു തുടുത്ത സെറ്റുൻ മരത്തിന്റെ കണികളും
ജലധന കിളികളും ചുടുകാറ്റിനൊലികളും ഇടയ്ക്കിടയ്ക്ക് കച്ചവട സംഘങ്ങൾ പോകുന്ന പാതകളും പരിശുദ്ധ കുറുവൻ ഇറങ്ങിയ വീടും പരിപൂർണ റസൂലുള്ള പിറന്നത് വീടും മിസനിൻ കവിതകൾ ഉറവിട്ട വീടും മസിൻ കുവികൾ അർപ്പിക്കൊട്ടി വീടും തൊടുത്ത സൈത്തുൻ മരത്തിന്റെ കണികളും ജലധന കിളികളും ചുടുകാറ്റിനൊലികളും ഇടയ്ക്കിടയ്ക്ക് കച്ചവട സംഘങ്ങൾ പോകുന്ന പാതകളും. അടുത്ത് ഷിബിൻ പ്രസംഗം. അഞ്ചാം ക്ലാസ്സിൽ 2 സെക്കൻഡ് ഉണ്ടായിരുന്നല്ലോ, അവരുടെ അസ്സലാമലൈക്കും. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, അസ്സലാമലൈക്കും. കലയുടെ കലവറ പെരുതുന്ന തിരുമുറ്റത്ത് വിദ്യാധനം സമർത്ഥനാൽ പ്രധാനമെന്ന വിഷയത്തെക്കുറിച്ച് അല്പം സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനെനിക്ക് തൗഫീഖ് നൽകിയ അല്ലാഹുവിനാണ് സർവസ്തുതിയും. അൽഹംദുലില്ലാ. അന്ധതയുടെ കരിമാനം മുളച്ചും ലഹരി മയക്കുമരുന്ന് നെഞ്ചോട് ചേർത്ത് ജീവിതം ഒരു ആഭാസമാക്കി മാറ്റുന്ന അഭിനയ യുഗത്തിൽ വിദ്യാധനം സമർത്ഥനാൽ പ്രധാനമെന്ന വിഷയം ഏറെ പ്രസക്തവും ഔചിത്യപൂർവ്വമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സുഹൃത്തുക്കളെ, കയ്യൊക്കുള്ളവൻ കാര്യകാരൻ എന്ന സംസ്കാരത്തിൽ നിന്നും അറിവുള്ളവൻ അജയൻ എന്ന പരിണാമത്തിന്റെ പാതയിലാണ് ആധുനിക ലോകം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആർജിച്ചു ചേർക്കുന്ന അറിവും അതിലൂടെ കൈവരിക്കുന്ന പുരോഗമനവുമാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ പത്തി മുതൽ ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. നരമ്പുകൾ നുരുപ്പിക്കൊണ്ടിരിക്കുമ്പോഴും മാംസമണ്ണായി മാറിക്കൊണ്ടിരിക്കുമ്പോഴും എല്ലുകൾ എണ്ണമർന്നു തുടങ്ങിയാലും അറിവിനെ പ്രണയിച്ച ഹൃദയാന്തരങ്ങൾ ശാശ്വതമായി നീച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നഫ്സലായിട്ട് പറയുകയുണ്ടായി, ഒരു പണ്ഡിതൻ ആരാധന മുഴുകിയ വ്യക്തി കൈവരിക്കുന്ന ശ്രേഷ്ഠത എനിക്ക് നിങ്ങളിൽ ഏറ്റവും താഴ്ന്നവരുടെ ശ്രേഷ്ഠതയോട് തുല്യമാണ്. അംബിയ എന്ന വചനത്തിലൂടെ നഫ്സലായിട്ട് പറയുകയുണ്ടായത്, അമ്പിയാക്കളുടെ അനന്തര സ്വത്ത് ദീനാറോ ദിർഹമോ അല്ല, മറിച്ച് സകലമായിട്ട് പ്രകാശമാക്കുന്ന സകല നരകങ്ങളെയും സ്വർഗങ്ങളാക്കുന്ന വാനോളം നിന്നവരെ രാജാവാക്കുന്ന അറിവെന്ന നിധിയാണ്. ജാഹിലിയത്തിന് കരിമണം മുളച്ച അറേബ്യൻ ജനതയെ വെറും 23 വർഷത്തെ വിദ്യാബോധം കൊണ്ട് പരിശുദ്ധമാക്കി തീർത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് കാണുന്ന സ്വാതന്ത്ര്യത്തിന്റെയും സമാധാനത്തിന്റെയും സാമൂഹിക സാംസ്കാരിക പുരോഗമനത്തിന്റെയും വഴിനടത്തിയത് വിദ്യയിലൂടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയിലെ പ്രഗത്ഭ ചിന്തകനായ ജോർജ് വാഷിംഗ്ടൺ പോലും എഴുതി വെച്ചത്, എഡ്യൂക്കേഷൻ ഈസ് ദ കീ ടു അൺലോക്ക് ദ ഗോൾഡൻ ഡോർ ഓഫ് ഫ്രീഡം. സ്വാതന്ത്ര്യം എന്ന മഹാവിസ്മയം ലോകം കീഴടക്കാൻ വിദ്യ എന്ന ആയുധം കൊണ്ട് മാത്രമേ സാധ്യമായുള്ളൂ. അറിവുള്ളവനും അറിയില്ലാത്തവനും സമമാകുമോ എന്ന വിശുദ്ധ ഖുർആനിന്റെ ചോദ്യത്തിന് അന്വർത്ഥമാക്കും വിധം അജ്ഞതയുടെ ചങ്ങലക്കെട്ടുകൾ വലിച്ചതിന് എന്നെന്നും ശാശ്വതമാക്കി തീർത്ത അറിവെന്ന ആയുധമറിയാൽ നാദം തുറക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് മണ്ണാന പ്രസംഗം ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അൽതാജ് സ്പോൺസർ മിലാദ് കമ്മിറ്റിക്ക് അൽതാജ് 7ാം ക്ലാസ്സിൽ ഫസ്റ്റ് ലഭിച്ച കുട്ടിക്കുള്ള ട്രോഫി, അതുപോലെ തന്നെ 5ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ സെക്കൻഡ് ലഭിച്ച കുട്ടിക്കും 5ാം ക്ലാസ്സിൽ ഫസ്റ്റ് ലഭിച്ചു അല്ലേ, 2 സെക്കൻഡ് ലഭിച്ച 2 കുട്ടികൾ അവരെ അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. അത് നൽകുന്നതിന് വേണ്ടി മഹല്ല് പ്രസിഡന്റ് ബല വന്നുകാണ് അവിടെ പേര് ബഷീർ ബഷീർ കണ്ടാണ് എവിടെ ബഷീർക്ക് വരി നിങ്ങളെ കൊടുക്കുമ്പോൾ വൃത്തിയല്ലേ നിങ്ങളെ നേരെ കഴിച്ചല്ലേ.
നിങ്ങളെ വിളിച്ചു തക്കാര കൂടണമായി വിളിച്ചണം. എവിടെ ബഷീർക്കാടെ മുങ്ങിയെന്നുണ്ട് കടന്നുറങ്ങി കൊടുക്കും. 7ാം ക്ലാസ്സിൽ ഫസ്റ്റ് ലഭിച്ച അഫീഫ PR നൽകുന്നതിന് വേണ്ടി മഹല്ല് പ്രസിഡന്റ് ഹനീഫ സാഹിബിനെ ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. 7ാം ക്ലാസ് സെക്കൻഡ് ലഭിച്ച ഫിദ ഫാത്തിമ കെ നൽകുന്നതിന് വേണ്ടി മഹല്ല് പ്രസിഡന്റ് തന്നെ ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. 5ാം ക്ലാസ്സിൽ 2 സെക്കൻഡ് ലഭിച്ച കുട്ടികളുണ്ട്. ഷിഫിൻ ഹസിന. അത് നൽകുന്നതിന് വേണ്ടി മഹല്ല് സെക്രട്ടറി സുലൈമാൻ സാഹിബിനെ ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വിദ്യാർത്ഥികളെയും ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. 5ാം ക്ലാസ്സിൽ ഫസ്റ്റ് ലഭിച്ച അബ്ദുൽ മുസവ്വിറിന് വേണ്ടിയുള്ള സമ്മാനം നൽകുന്നതിന് വേണ്ടി മഹല്ല് ട്രഷറർ റസാഖ് സാഹിബിനെ ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വിദ്യാർത്ഥിയെ ക്ഷണിക്കുന്നു. തുടരും പ്രകടനം. വിദ്യാർത്ഥികൾക്കുള്ള ഒരു ചെറിയൊരു പ്രകടനം. അതിനുവേണ്ടി ക്യാപ്റ്റൻ ഫാറൂഖ് ഹാജി. വിരുന്ന് സംഘം സിന്ദാബാദ്, വിരുന്ന് സംഘം സിന്ദാബാദ്, കുരങ്ങ് സംഘം സിന്ദാബാദ്, കുരങ്ങ് സംഘം സിന്ദാബാദ്, നബിദിന റാലി സിന്ദാബാദ്, നബിദിന റാലി സിന്ദാബാദ്. നാട്ടുകാരെ വീട്ടുകാരെ, നാട്ടുകാരെ വീട്ടുകാരെ, നിങ്ങളറിഞ്ഞോ നിങ്ങളറിഞ്ഞോ, നിങ്ങളറിഞ്ഞോ നിങ്ങളറിഞ്ഞോ, നന്മ ചെയ്യാൻ പേടിയാണ്, നന്മ ചെയ്യാൻ പേടിയാണ്. വഴി ചോദിക്കാൻ വന്നാല്, വഴി ചോദിക്കാൻ വന്നാല് മാലയും പറിച്ചു ഓടുന്നു, മാലയും പറിച്ചു ഓടുന്നു. നന്മ ചെയ്യാൻ പേടിയാണ്, നന്മ ചെയ്യാൻ പേടിയാണ്. ദാഹിച്ചവനെ വെള്ളം കൊടുക്കാൻ, ദാഹിച്ചവനെ വെള്ളം കൊടുക്കാൻ വീട്ടിൽ വന്നാൽ പേടിയാണ്, വീട്ടിൽ വന്നാൽ പേടിയാണ്. തട്ടിപ്പങ്ങനെ കൂടുന്നു, തട്ടിപ്പങ്ങനെ കൂടുന്നു, മോഷണ കുറ്റം കൂടുന്നു, മോഷണ കുറ്റം കൂടുന്നു.
എല്ലാ ലഹരിയും നിർത്തിക്കോ. കണ്ടാൽ നല്ല മാന്യന്മാര്, കണ്ടാൽ നല്ല മാന്യന്മാര് CCTV-യിൽ പെടും കുടുങ്ങും, CCTV-യിൽ പെടും കുടുങ്ങും. തൗബയ്ക്കെന്നും സീറ്റാണ്, തൗബയ്ക്കെന്നും സീറ്റാണ്. മരണം എന്നതുറപ്പാണ്, മരണം എന്നതുറപ്പാണ്. കൂലു തക്ബീർ, കൂലു തക്ബീർ, കൂലു തക്ബീർ. അഫ്സൽ റിയാലി. അതെന്തായോ കുട്ടികളെ കൈവന്നിച്ചാൽ ശരിയാവില്ലല്ലോ. അത് ദിവസം വരാത്താണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം. ദിവസം വരാത്ത ഒരൊറ്റ പ്രശ്നമാണത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അസ്സലാമു അലൈക്കും. ആറ്റൽ റസൂലിന്റെ പൂമുഖം കാണാൻ അഹദായ റബ്ബേ തുണയേകണേ. അതിരില്ല സ്നേഹത്തിൻ പുഞ്ചിരി കാണാൻ അകമിലെ കണ്ണേ തുറന്നിടണേ. അവസാന യാത്ര പോകുന്ന നേരത്ത് ആ തിരുവദനം കാണിക്കണേ. ആരടി മണ്ണിൽ കബറിന്റെ ഇരുളിൽ ആ തിരു തെളിയിക്കണേ. ആറ്റൽ റസൂലിന്റെ പൂമുഖം കാണാൻ അഹദായ റബ്ബേ തുണയേകണേ. ദില്ല സ്നേഹത്തിൽ പുഞ്ചിരി കാണാൻ അകമിലെ കണ്ണേ തുറന്നിടണേ. ആരംഭപ്പൂവേ ആറ്റൽ നിലാവേ അഹദുൽ വെള്ളി നജൂമേ അർശിലും കുർസിലും ഒളികത്തുന്നൂറേ അഭയമേ ഉമ്മത്തിൻ സിറാജിൽ മുനീറേ ആരത്തിനൊളിവേ അഹദോന്റെ നൂറേ അനുരാഗ കഥയോർ ഓസാത്തളമേ ആശിക്കിൻ മണലായി മതിച്ചിടും മധുവേ ആലവിളത്തായി വിളങ്ങും ഹബീബേ. ആറ്റൽ റസൂലിന്റെ പൂമുഖം റബ്ബേ തുണയേകണേ. അതിരില്ല സ്നേഹത്തിൽ പുഞ്ചിരി കാണാൻ അകമിലെ കണ്ണേ തുറന്നിടണേ. കബറിലെ ഉത്തരം ഇരുളർന്ന മൺതടം അപരൻ പ്രഭയിൽ തെളിയുന്നതാകണം. കബില ചുംബനം നൽകുവാനുള്ളിടം കരിമേ അതിനാൽ കബറിടം ആശ്രമമല്ലാതിയായ റസൂലേ ആശ്രയകൈകൾ തെരുവിലെ ബീബേ. അതിനാൽ എന്നാഹിറം തെളിച്ചമാകൂലേ അതുമാത്രമാണ് പ്രജാവും ജമാലേ. ആറ്റൽ റസൂലിന്റെ പൂമുഖം കാണാൻ അഹദായ റബ്ബേ തുണയേകണേ. അതിരില്ല സ്നേഹത്തിൽ പുഞ്ചിരി കാണാൻ അകമിലെ കണ്ണേ തുറന്നിടണേ. അസ്സലാമു അലൈക്കും.
അമീൻ പ്രസംഗം. അജ്മലല്ല അൽ അമീൻ പ്രസംഗം. ഇപ്പൊ പാടിയവന്റെ പാപ്പ കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാലോ, സക്കരിയാന്റെ കുട്ടിയാണത്. സക്കരിയ എഴുതി കൊടുത്ത പാട്ടായിരുന്നു. കഴിഞ്ഞ നബിയുള്ളവരിന് പാടാൻ വേണ്ടിയിട്ട് സക്കരിയ എഴുതി കൊടുത്ത പാട്ടായിരുന്നു. പക്ഷെ അന്ന് പാടാൻ സാധിച്ചില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രിയ സുഹൃത്തിന്റെ ഖബർ വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ. ഖബറിൽ വല്ല പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ നാട്ടിൽ നിന്ന് പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരുടെയൊക്കെ ഖബർ അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ. വല്ല അദാബുമുണ്ടെങ്കിൽ എല്ലാ അദാബിനെ തൊട്ടും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനത്തോടെ പറഞ്ഞ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം അനുഗ്രഹീതമായ ഈ സുന്ദരത്തിൽ തിരുനങ്ങൾക്ക് മുന്നിൽ ആ പ്രവാചകന്റെ തുല്യതയില്ലാത്ത സ്നേഹം എന്ന വിഷയത്തിൽ അല്പം സംസാരിക്കുവാൻ വിദ്യാർത്ഥി ആസർവത്തിന് ഞാൻ ശ്രദ്ധിക്കട്ടെ. സ്നേഹം ചോർന്നു പോകുന്ന കാലത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നാം നടക്കേണ്ടതുണ്ട്. ഭൂമിയിൽ സ്നേഹം ലഭിക്കണം എന്നാണ് മുത്ത് റസൂൽ നമ്മെ പഠിപ്പിച്ചത്. എങ്കിൽ മാത്രമേ ആകാശത്തിനാധികൾ നിങ്ങളുടെ സ്നേഹം കരുണയും പ്രവർത്തിക്കുകയുള്ളൂ. കുഞ്ഞുങ്ങളെ കാണുമ്പോഴേക്കും മുത്തം വെച്ചുകൊണ്ട് സ്നേഹത്തിന്റെ ബാലപാഠം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. പെൺകുട്ടികളെ നീതി പുലർത്തുവാനും മുതിർന്നവരെ ആദരിച്ച് സ്വർഗം നേടുവാനും നമ്മോട് കൽപ്പിച്ചു. വഴിയാത്രക്കാരെയും ദുർബലരെയും അനാഥരെയും തന്നോട് ചേർത്ത് നിർത്തി. ആ പ്രവാചകന്റെ അതിരില്ലാത്ത സ്നേഹം മനുഷ്യനോട് മാത്രമല്ല, പക്ഷികളോടും മൃഗങ്ങളോടും ലോകത്തിലെ സർവ്വ ജീവജാലങ്ങളും ഒരുപോലെയായിരുന്നു. ഇങ്ങനെ സ്നേഹത്തിന്റെ മാനവ സമൂഹത്തിനുണ്ട് സമ്മാനിച്ചു. ശത്രുക്കളെ പോലെ സ്നേഹിച്ചിരുന്ന ഏറ്റവും വലിയ സ്നേഹനിധിയാണ്. ഇങ്ങനെ ആ പ്രവാചകന്റെ തുല്യതയില്ലാത്ത സ്നേഹത്തിന്റെ ഒരൽപ്പങ്ങളും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പകർത്തുവാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കട്ടെ. വാർദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തത് മുസഫിർ ആൻഡ് ഹാഷിം സംഭാഷണം. എല്ലാ ദിവസവും ക്ലാസ്സിൽ ഹാജറിൽ ഫസ്റ്റ് ലഭിച്ചവർ ഒന്നാം ക്ലാസ് അബീ വഖാസ് സമ്മാനം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. കൊടുക്കുന്നതിന് വേണ്ടി മീലാദ് കമ്മിറ്റി സുഹ്വാൻ ഷംനാസ് അവർ രണ്ടുപേരും കൊണ്ടുവരും. പെട്ടെന്ന് വരും. നിങ്ങൾ കുട്ടികളെ വരുന്നതിന് വൈകില്ലേ? സുഹ്വാൻ ഷംനാസ് ഒന്നാം ക്ലാസ്സിൽ അബീ വഖാസ് എല്ലാവരും ചെല്ലി വെച്ചിട്ട് പേരാ ഞാൻ നോക്കുന്നത്. എവിടെ? അബീ വഖാസ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. രണ്ടാം ക്ലാസ് മുഹമ്മദ് ഈസ. മാഷാ അല്ലാഹ്. അല്ലാഹു അക്ബർ. മൂന്നാം ക്ലാസ് ദിയ ഫാത്തിമ. നാലാം ക്ലാസ് മുഹമ്മദ് ഷാനി. അഞ്ചാം ക്ലാസ് അജ്മലെ കുഞ്ഞാപ്പു. ആറ് ഫിദ ഫാത്തിമ. 7 സഫ്ന. കുഞ്ഞാപ്പുവിന്റെ ബാക്കി. അസ്സലാമലൈക്കും. എങ്ങോട്ടാണ് നീ ഇങ്ങനെ സങ്കടപ്പെട്ടു പോകുന്നത്? എങ്ങോട്ടെങ്കിലും പോകാമെന്ന് വിചാരിച്ചു. എന്താ അറിയില്ല, ഒരു ഉഷാറില്ല. അപ്പോൾ നീ നാളെ നബിദിന
പരിപാടിക്ക് മദ്രസയിലേക്ക് വരുന്നില്ലേ? എനിക്ക് തീരെ മാർക്കില്ല. എന്നാൽ ഇപ്പോൾ ചെയ്യുന്ന എല്ലാ കാര്യവും ഫ്ലോപ്പ് ആവുക. എന്തോ ജീവിതം ഒരു എക്സാമിൽ മാർക്ക് കുറഞ്ഞെന്ന് കരുതി അത്ര കാര്യമാക്കേണ്ടതൊന്നുമില്ല. ജീവിതമാകുമ്പോൾ നല്ല കാര്യങ്ങൾ മാത്രം സംഭവിക്കില്ലല്ലോ, അതിൽ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളും ഉണ്ടാകും. അതെല്ലാം നല്ല രീതിയിൽ നേരിടുകയല്ലേ വേണ്ടത്. നീ വിഷമിക്കണം, നിനക്ക് സന്തോഷകരമായ നിമിഷങ്ങൾ വരുന്നതായിരിക്കും. നിന്റെ വിഷമങ്ങളും സങ്കടങ്ങളും മാറാൻ വേണ്ടി ഏകനെ അള്ളാഹുവിനോട് അനുഗ്രഹിക്കാൻ മതി. ഇപ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസമാണ്. എന്നാൽ നീ നിസ്കാരം കഴിഞ്ഞിട്ട് എന്റെ വീട്ടിലേക്ക് പോവാ. നാളത്തെ പരിപാടിക്ക് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. വലൈക്കും സലാം. റമദാനിൽ ഖത്ം പൂർത്തിയാക്കി ഓടിയ കുട്ടികൾക്കുള്ള സമ്മാനം ആയിഷ അഫീഫ നൽകുന്നതിന് വേണ്ടി ഫൈസലിനെ ക്ഷണിക്കുന്നു. സെക്രട്ടറി എവിടെ? ഫൈസലാണ്. ഉറങ്ങിയോ? അത് ഷിബുവിനെ ക്ഷണിക്കുന്നു. ഷിബു ഫൈസൽ നമുക്ക് രണ്ടാമത്തെ കൊടുക്കാം. ഫൈസൽ വേണോ? അതുപോലെ അഫീഫ പി ആർ ഇതൊക്കെ ഖുർആനിൽ റമദാനിൽ ഖുർആൻ ഖത്തം തീർത്ത ആൾക്കാരാട്ടോ. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സഫ്ന ഫൈസൽ റിസ്വാന ഫാത്തിമ അതുപോലെ തറാവിയ നമസ്കാരം നമ്മൾ പള്ളിയിൽ നടക്കുന്നുണ്ട്. അപ്പൊ പള്ളിയിൽ കൃത്യമായിട്ട് വന്ന കുട്ടികളുണ്ട്. എല്ലാ വഖത്തിനും വന്നിരുന്നു. അതുപോലെ തറാവിയയിൽ ജമാഅത്തിനായിട്ടും വന്നിരുന്നു. അതില് ഒന്ന് അജ്മൽ കുഞ്ഞാപ്പു, ഫാറൂഖ് എല്ലാത്തിലും സജീവമായിട്ട് ഇവിടെ ഉണ്ടാവും. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, ആരോഗ്യം കൊടുക്കട്ടെ. അജ്മൽ പ്രസംഗം. അസ്സലാമു അലൈക്കും. ഈ അനുഗ്രഹീതമായ സുന്നത്തിൽ നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അധികം തെറ്റിപ്പിക്കുന്നില്ലെങ്കിലും ഒന്നും രണ്ടും കാര്യങ്ങൾ നിങ്ങളെ ഉണർത്തുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ക്രിസ്താബ്ദം 571 ഏപ്രിൽ 21 റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച റബീഉൽ അടുത്ത സമയത്താണ് മുഹമ്മദ് നബി ജനിച്ചത്. മാതാവ് വഹാബിന്റെ മകൾ ആമിന ബീവിയും പിതാവ് അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുള്ളയുമാണ്. നബി ജനിച്ച സമയത്ത് വളരെ അത്ഭുതങ്ങൾ നിറഞ്ഞതായിരുന്നു. അതിലുപരി അതീവ സുന്ദരനായിരുന്നു മുഹമ്മദ് നബി. അതിലുപരി പൂർണ്ണചന്ദ്രൻ. നബി ജനിച്ച സമയത്ത് നബിയുടെ പൂർണ്ണ ഏറ്റവും വലിയ മുഅ്ജിസത്താണ് പരിശുദ്ധ ഖുർആൻ ഓതാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അടുത്തത് റജീബ് ഗാനം. നമ്മുടെ മദ്രസയിൽ മത്സരം നടന്ന വിദ്യാർത്ഥികൾക്കുള്ള ഫസ്റ്റ് സമ്മാനം മെമ്മറി ജൂനിയർ വിഭാഗത്തിന് മെമ്മറി ടെസ്റ്റ് ഫസ്റ്റ് ഇലാന ഫാത്തിമ. അവിടെ മീലാദ് കമ്മിറ്റി വരും. സൈഡ് കയറ്. ഞാൻ വിളിച്ചും പേര് സമ്മാനം കൊടുക്കുന്ന 2 മണിയാണ് കൂടെ വേണം. ഇലാന ഫാത്തിമ അറബി കഴിയെഴുത്ത് ഫസ്റ്റ് ഇലാന ഫാത്തിമ. ഉടനെ സാറാണ്.
ചിത്രരചന ഫസ്റ്റ് അൽഷാൻ അല്ലമി. നല്ല ഉഷാറായിട്ട് പടം വെച്ചു. സീനിയർ വിഭാഗം ഫസ്റ്റ് നേടിയവർ അറബി കഴിയെഴുത്ത്. അറബി കഴിയെഴുത്ത് ഫസ്റ്റ് ഫിദ കെ. ഉസ്താദിനെ ക്ഷണിക്കണം. ഇതിനൊന്നും മൂപ്പരും കൊടുത്തോട്ടെ, ഇവിടെ അല്ലെങ്കിൽ ഉറങ്ങോടെ സെക്കൻഡ് ചിത്രരചന ഫസ്റ്റ് ഫിദ കെ. കിസ്മത്സരം അല്ലാഹു അക്ബർ. അതുപോലെ ഫസ്റ്റ് മുഹീദ്ദീൻ മാന ഫസ്റ്റ് ലഭിച്ചത് അഫീഫ പി ആർ. മങ്കൂസ് മൗലൂദ് ഫസ്റ്റ് ലഭിച്ചത് അഫീഫ പി ആർ. ഹദ്ദാദിൽ ഫസ്റ്റ് ലഭിച്ചവർ ആയിഷ അഫീഫ. അസ്മാഉൽ ഹുസ്ന ഫസ്റ്റ് ലഭിച്ചവർ അഫീഫ പി ആർ. ഇഖാമത്തിൽ ഫസ്റ്റ് ലഭിച്ചത് ആയിഷ അഫീഫ. ആൺകുട്ടികളുടെ ഭാഗ മത്സരത്തിൽ ഫസ്റ്റ് ലഭിച്ചത് അജ്മൽ കുഞ്ഞാപ്പൂ. പരിപാടിയിൽ സെക്കൻഡ് ലഭിച്ചവർ ലഭിച്ചവർക്കുള്ള സമ്മാനം അറബി കഴിയെഴുത്ത്. ജൂനിയർ വിഭാഗം അറബി കഴിയെഴുത്ത് ആഷിമ. കുട്ടി കുറങ്ങിയിട്ടുണ്ടോ? 1ാം ക്ലാസ് കുട്ടിയാണ്. നല്ല ഉഷാറായിട്ട് എഴുതാൻ വയ്ക്കൂ. അല്ലാഹു അക്ബർ വലില്ലാഹി. ചിത്രരചനയിൽ സെക്കൻഡ് ഹിരാന ഫാത്തിമ. സീനിയർ അറബി കഴിയെഴുത്ത് സെക്കൻഡ് അസിന. റിസ്വാന രണ്ടാൾ. ചിത്രരചനയിൽ സെക്കൻഡ് അസിന. ക്വിസ് മത്സരത്തിൽ സെക്കൻഡ് റിസ്വാന ഫിദ. മുഹീദ്ദീൻ മാന സെക്കൻഡ് ഫിദ കെ. മങ്കൂസ് മൗലൂദ് സെക്കൻഡ് ഫിദ എൻ യു. ഇതൊക്കെ മത്സരം നടന്നിട്ട് നല്ല ഉഷാറായിട്ട് പഠിച്ച ആൾക്കാരെ പറയുന്നേട്ടാ. അത് നിങ്ങൾക്കും ആണെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം അതിപ്പോ ശരി തന്നെയാണോ എന്നുള്ളത്. ഹദ്ദാദ് സെക്കൻഡ് അഫീഫ പി ആർ. അഫീഫ പി ആർ. അല്ലാഹു അക്ബർ വലില്ലാഹി. അസ്മാഉൽ ഹുസ്ന സെക്കൻഡ് അസ്ന. ഇഖാമത്തിൽ സെക്കൻഡ് അഫീഫ പി ആർ. ബാങ്ക് മത്സരത്തിൽ സെക്കൻഡ് ഫാറൂഖ് അസ്അദ്. 4ാം ക്ലാസ്സിലാണ്. നല്ല ഉഷാറായിട്ട് പോകാൻ കൊടുത്തു. അല്ലാഹു ബറക്കത്ത് കൊടുക്കട്ടെ. തുടരുന്നു റജീദ് 7ാം ക്ലാസ് ഗാനം. ചെറിയ കുട്ടികളുടെ എന്റെ കുട്ടികളുണ്ടല്ല. സോനു അതിലൂടെ റെഡിയല്ലേ? ചെറിയ കുട്ടികളുടെ ദഫിന്റെ കുട്ടികൾ റെഡി ആയിട്ട് ഒരുങ്ങാൻ വേണ്ടിട്ട് തയ്യാറാക്കിട്ടോ. സോനു ആദിൽ നമുക്കൊരു പാട്ട് കൂടി പാടിച്ചു. വരി വേപ്പിച്ചിട്ടുള്ളത്. മെഹബൂബൊളിവർ താജേ താരശോഭ നിലാവേ താജൊളി
മക്കയിൽ തോഹ പിറന്ന കിസ്റ കൈസറും ഞെട്ടിവിറച്ച വാനിലായി പറവകൾ നീട്ടിയേ വീശിടും കാറ്റിൻ തെന്നൽ നീല മദീന മണ്ണിലായി വാണിടും താരശോഭിതരെ മെഹബൂബായിലെങ്കിലും ഭൂവിലായി ഉദിച്ച പൂമലര് തോയാനബിനൂറേ മെഹബൂബൊളിവർ താജേ താരശോഭ നിലാവേ താജൊളി വീശിയ റൂവേ നീലാകാശക്കോണിൽ എൻ സ്നേഹം നിറയുന്നേ മന്ദാരപ്പൂ പോലെ കാന്തി പരത്തുന്നേ നീല നിലാത്തോൽക്കും ചേല് എൻ മനമോതുന്നേ ആതിര തോൽക്കും മഴകോടെ എന്നും വാഴുന്നേ ആലങ്ങൾ വാഴ്ത്തും അഹദിൻ വസീല് ആരും പുകഴ്ത്തും ദീനിൻ സിറാജ് മുത്തറൗളത്തൻ ചാരയണയുന്ന ദിനമൂർത്തിന്നുലാൽ മദീന മണ്ണിലായി വാണിടും താരശോഭിതരെ മെഹബൂബായിലെങ്കിലും ഭൂവിലായി ഉദിച്ച പൂമലര് തോഹയാനബിനൂറേ മെഹബൂബൊളിവർ താജേ താരശോഭ നിലാവേ താജൊളി വീശിയ റൂവേ. അസ്സലാമു അലൈക്കും. അടുത്തത് ഫാറൂഖ് ഗാനം. അസ്സലാമു അലൈക്കും. ഹക്കാന കോനമല മക്കബിൽ ബിത്തിനബി മക്ക മദീന തണവാൽ ഹാരിദു എത്തിടുവ വിമാനമത്തസ ബാറാൽ പുറത്ത പിറകെ ഹക്കാന കോനമല മക്കബിൽ ബിത്തിനബി മക്ക മദീന തണവാൽ ഹാരിദു എത്തിടുവ വിമാനമത്തസ ബാറാൽ പുറത്ത പിറകെ ജാസൂസോരത്തിൽ ബഹർയാസി നബിക്കൊരു വിശേഷം വീരുത്തി പൊരുളാൽ ജാസൂസോരത്തിൽ ബഹർയാസി നബിക്കൊരു വിശേഷം വീരുത്തി പൊരുളാൽ മക്ക മദീന തണവാൽ ഹാരിദു എത്തിടും വിമാനമത്തസ ബാറാൽ പുറത്ത പിറകെ റുക്കാകെ സാഫൈ റുക്കാകെ ഏറിയ ചരക്കാകെ പൊന്ന ചുമയും റുക്കാകെ സാഫൈ റുക്കാകെ ഏറിയ ചരക്കാകെ പൊന്ന ചുമയും വരുന്നു കളി ചേരുന്നവർക്ക് തിയാമൂരുന്നൊരുങ്ങി കരഞ്ഞായി വരുന്നു കളി ചേരുന്നവർക്ക് തിയാമൂരുന്നൊരുങ്ങി കരഞ്ഞായി ഹക്കാന കോനമകൾ മക്കാബ് വിട്ടന് മക്ക മദീന തണവാൽ ഹാരിദു എത്തിടുവ വിമാനമത്ത സർബാറാൽ പുറത്ത പിറകെ. അസ്സലാമു അലൈക്കും. സിനാന് പ്രസംഗം 8ാം ക്ലാസ്. ആദരണീയരായ ഉസ്താദുമാരെ, എന്റെ ശബ്ദം ശ്രമിക്കുന്ന പ്രിയ കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം കൊണ്ടാണ് ഈ ഗീർമായ ദേശത്തിലാണല്ലോ നാം എന്നുള്ളത്.
കഴിഞ്ഞ കുറെ ദിവസങ്ങളായ ഒരു മഹാദുരന്തത്തിന്റെ വേദനയിലാണ് നാം ഓരോരുത്തരും. ആ ദുരന്തത്തിൽ കുറെ കൂട്ടുകാരെയും മാതാപിതാക്കളെയും നമുക്ക് നഷ്ടമായി. അവരുടെ പരലോകം അല്ലാഹു വിജയത്തിലാക്കി തീർക്കുമാകട്ടെ. ആമീൻ. ഞാനൊരു സംഭവം പറയാം. ഒരിക്കൽ ഒരു സഹാബി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസന്നിധിയിലേക്ക് വന്നു. ഒരു ഇല കഷ്ടിക്കൊണ്ടായിരുന്നു ആ സഹാബി വന്നത്. അല്ലാതെ എന്താണെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ ആ സഹാബി പറഞ്ഞു, വഴിയിൽ ചാഞ്ഞു നിന്ന് ഒരു കാട്ടുചെടിയിൽ നിന്ന് പൊടിച്ചെടുത്ത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദേഷ്യത്തോടെ പറഞ്ഞു, ഈ പ്രവൃത്തിയിലൂടെ പരിസ്ഥിതിയോട് നീ അക്രമമാണ് ചെയ്തിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പരിസ്ഥിതിയെ പോലും മുത്തുനബി അത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് ഈ ഒരു സന്ദർഭത്തിലൂടെ വ്യക്തമാക്കാമല്ലേ. മുത്തുനബി കാട്ടിത്തന്ന മാർഗത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ കൊച്ചു പ്രസംഗം അവസാനിപ്പിക്കുന്നു. ദഫ് നടക്കുന്നതിന്റെ മുമ്പ് നമ്മുടെ 5ാം ക്ലാസ്സിലെ പൊതുപരീക്ഷയുടെ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യാനുണ്ട്. 7ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യാനുണ്ട്. മഹല്ല് കമ്മിറ്റി ഇങ്ങോട്ട് കയറി വരണം എന്ന് പ്രത്യേകം ഉണർത്തുന്നു. വലിയ ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ 5ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ്, 7ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്കാരത്തിന്റെ ഷർത്തും ഫർളും കൃത്യമായിട്ട് പഠിച്ച ഒരു മക്കളാണ് എന്നുള്ളതിന് തെളിവാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് അത് വിതരണം ചെയ്തതിന് ശേഷമാണ് ഈ കാര്യങ്ങൾക്ക് നടക്കുക. മഹല്ല് കമ്മിറ്റി നിർബന്ധമായിട്ട് പെട്ടെന്ന് കയറി. അടുത്തത് അൽത്താഫ് അൽ അമീൻ ഗാനം. അൽത്താഫ് അൽ അമീൻ കമ്മിറ്റിയിലേക്ക് വരും. അത് നേരം മേടിച്ചത്. അസ്സലാമലൈക്കും. ലബ്ബൈക പാടുന്നു ജനകൊടിയടങ്ങലും ഉടയന് നടുക്കൽ ലക്ഷ്യം വീലാതിന്റെ പൊരുത്തത്തിലൊരുങ്ങിക്കൊണ്ട് ഇജപൊരി നടക്കലും ഉള്ളു തുടിച്ച് കൊതിച്ച് മതിച്ച് ജയിച്ച് വിളിച്ചുടനോത്ത് രസിച്ച് പതിമക്കത്തെടുത്തിരുന്നേ റബ്ബില്ലൊതി പോയിട്ട് നടത്തിയിരുന്നേ. കൽവിൽ പെരുത്ത മുഹബത്തോടെ ഒരുത്തനെ തേടി വിണ്ടാനേ വിണ്ടാനേ ഗുണം പൂണ്ടാനേ. ലബ്ബൈക പാടുന്നു ജനകൊടിയടങ്ങലും ഉടയവൻ നടക്കലും ലക്ഷ്യം വീലാതിന്റെ പൊരുത്തത്തിലൊരുങ്ങിക്കൊണ്ട് ഇജപൊരി നടക്കും ഉള്ളു തുടിച്ച് കൊതിച്ച് മതിച്ച് ജയിച്ച് വിളിച്ചുടനോത്ത് രസിച്ച് പതിമത്തിരുന്നേ റബ്ബിൽ വെച്ച് നടത്തിയിരുന്നേ. പെരുത്ത മുഹബത്തോടെ ഒരുത്തനെ തേടി വിണ്ടാനേ വിണ്ടാനേ ഗുണം പൂണ്ടാനേ. പല ദേശ പല ഭാഷ പല മേഷം വിധം. പല ദേശ പല ഭാഷ പല മേഷം വിധം. പല പല സംസ്കാരങ്ങൾ സന്തരിക്കും ഈ വീടും. അഖിലരംഗഹിലുക വിളിച്ചൊരു വിളികെട്ട് അതിർത്തും തട്ടിയാക്കൾ വചനങ്ങൾ ഒരു വിട്ട് പാടി അവർ തേടി ജഗമാക പടച്ചു തുണച്ചു തുണച്ച് നയിച്ച് പുരാനെ വിളിച്ച് വിണ്ടാനേ വിണ്ടാനെ ഗുണപൂണ്ടാനേ. ലബ്ബൈക പാടുന്നു ജനകൊടിയടങ്ങലും ഉടയവൻ നടക്കലും ലക്ഷ്യം വീലാതിന്റെ പൊരുത്തത്തിലൊരുങ്ങിക്കൊണ്ട് ഇജപൊരി നടക്കലും ഉള്ളു തുടിച്ച് കൊതിച്ച് മതിച്ച് ജയിച്ച് വിളിച്ചുടനോത്ത് രസിച്ച് പതിമക്കത്തെടുത്തിരുന്നേ. റബ്ബില്ലൊതി പൈത് നടത്തിയിരുന്നേ. കൽവിൽ പെരുത്ത മുഹബത്തോടെ ഒരുത്തനെ വിണ്ടാനേ വിണ്ടാനേ ഗുണം പൂണ്ടാനേ. അസ്സലാമു അലൈക്കും. നിഹാൽ ഗാനം 8ാം ക്ലാസ്. മണിമക്കളിൽ പൂത്തൊരു നല്ല മഹിളപ്പൂങ്കാദീജത്ത് മഹിളങ്ങളിൽ വിരിഞ്ഞൊരാശ നല്ല മണിമുത്ത് റസൂലെന്ന റോജ. മുത്തായ റസൂലിന്റെ മുത്തിലും മുത്തായുള്ള ഭൂമി
ചേലത്തനായി നല്ല മുത്തിനിഷ്ടപ്പെട്ടുള്ള മണിമക്കയിൽ പൂത്തൊരു നല്ല മഹിതപ്പൂങ്കാതീജത്തെ മഹിതം കോലി വീരിഞ്ഞൊരാശ നല്ല മണിമുത്തേരെ സോലെന്ന റോജ സമ്പൂർണ്ണ ത്യാഗങ്ങളേറെ സായി ജലിയാജ സമ്പൂർണ്ണ ഹജര ത്യാഗം ഏറെ സായി ജലിയാജ ആരും ബോധിക്കുന്ന തൂമംഗം ഹജര അഹദായ നാദനെ സ്നേഹിച്ചു ഹജര സിംസുവിന്റെ ചരിത്രത്തിലുണ്ട് ഹാജര സഫാരമാതകയിൽ ബീവി ഹാജര അന്തിരിച്ചേനുള്ള ഇമ്പർമാണമുള്ള ഇമ്പത്താരോട് പൂമുത്ത് ഹജര ദൂതരിപുരായി ആദരപ്പൂവിന്റെ അഴകേരം തങ്കപ്പൂ പൂനായി ഹജര മിന്നില് പൊന്നില് ബാസിന് ചേനായി മിഴികള് സ്നേഹം തുളുമ്പും ഹാല് മിന്നില് പൊന്നില് ബാസിന് ചേനായി മിഴികള് സ്നേഹം തുളുമ്പും ഹാല് മണിമാരിൽ പൊൻവർണ്ണ ചിറക മണമാട്ടി പെൺമാരന തേനി മണിമാരിൽ പൊൻവർണ്ണ ചിറക മണമാട്ടി പെൺമാരന തേടി പാട്ടായി നാരികളൊപ്പന പാടിത്തിനർക്കും ശാഖേ തിരുമംഗല്യത്തിന് സ്വർണ്ണ കിളികൾ പാടും സ്വർഗപുരാണികളാടും സ്വർണ്ണ കിളികൾ പാടും സ്വർഗപുരാണികളാടും സ്വർഗത്തോപ്പിലെ കല്യാണത്തിൻ അന്ത്യരസൂലിൻ മംഗല്യത്തിൻ വെള്ളാനം പുറമേറിടും ദോഹം വിസ്മയമംഗല്യത്തിനീതി ദാവൂദേ നബിയുടെ ധനിരാഗം തെരച്ചകളേറെ കതിരാഗം സ്വർണ്ണക്കിളികൾ പാടും. അതുകൊണ്ട് നല്ലോണം ഒച്ച റബിയുള്ളവരെ പ്രമാണിച്ച് മുടിയൊക്കെ ഒന്ന് കളഞ്ഞ് റെഡിയാക്കി വരുമ്പോൾ ഇറങ്ങിയതാണ്. അപ്പൊ അടുത്തത് ഹനാൻ ഒരു പ്രസംഗം ചെറിയ കുട്ടികൾ അതിൻ്റെ ഇടയിൽ വിട്ടുപോയതാണ്. ഹനാൻ അത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് പ്രോഗ്രാമാണ് നടക്കാനുള്ളത്. അത് കഴിഞ്ഞ നമ്മളെ പരിപാടി കഴിഞ്ഞ് സമ്മാനങ്ങൾ അതാണ് സമ്മാനം കഴിഞ്ഞ ഇടയിൽ കൊടുത്തു കഴിഞ്ഞല്ലോ. അതാ അഞ്ചാം ക്ലാസ്സിലെ പൊതുപരീക്ഷയുടെ വിദ്യാർത്ഥികൾ സർട്ടിഫിക്കറ്റ് വാങ്ങാനുള്ള കുട്ടികൾ ഫുള്ള് പെട്ടെന്ന് തയ്യാറായി കൂടിട്ടോ. 5ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെയും കുട്ടികൾ തയ്യാറായിരിക്കാം. അനുഗ്രഹീതമായ ഈ സുദിനത്തിൽ ഞാൻ നിങ്ങളോട് 2 വാക്ക് പറയാവുന്നതാണ്. 1-2 വാക്കുകൾ ഞാൻ പറഞ്ഞു നിർത്താം. നമ്മുടെ നബിയവരാരാണ്? മുത്ത് മുഹമ്മദ് നബിയാണ്. നബിയോട് പലവരും അബ്ദുള്ള നബിയോടും പലവരും ആമിന ബീവി. നബി ജനിച്ചത് മക്കത്ത് പരിശുദ്ധമായ ഓതാനും പ്രാർത്ഥിക്കാനും അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇത്രയോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. സർട്ടിഫിക്കറ്റാണ് വിതരണം നടക്കുന്നത്. അത് 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ തയ്യാറായിരിക്കണം എന്ന് പ്രത്യേകം നൽകുന്നു. 5ാം ക്ലാസ്സിലാണ് കൊടുക്കുന്നത്. പുസ്തകത്തിന്റെ പേര് വിളിക്കാം.
പേര് വിളിക്കുമ്പോൾ അതിനെന്ത് ചെയ്യാം, എല്ലാവരും പിന്നെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ എത്തണമെന്ന് പ്രത്യേകം നോക്കും. മുസവ്വിർ അജ്മൽ മുഹമ്മദ് സിനാൻ അൽ അമി മുഹമ്മദ് ഷിഫിൻ അഫ്സൽ റിയാൻ അജ്മൽ ഫാത്തിമ സിഫ അസ്ന റന ഫാത്തിമ അഫീഫ. ഏഴാം ക്ലാസ് ഉണ്ടോ? ഏഴാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ വിളിക്കുന്നത് ആയിഷ അഫീഫ. നിഹാൽ അൽതഫ് അൽ അമി സപ്ന ഫിദ ഫാത്തിമ സിനാൻ ഞങ്ങൾ മദ്രസയ്ക്കുള്ള ഒരു അഭിനന്ദനം കിട്ടിയത് എല്ലാ കുട്ടികളും ജയിച്ചു എന്നുള്ള ആ സർട്ടിഫിക്കറ്റാണ്. ഇനി നടക്കാനുള്ളത് ദഫാണ്.